യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. അപ്പോൾ ഇപ്പം വീഡിയോ എടുക്കാനുള്ള കാരണം ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിൽ ട്രിവാൻഡ്രത്തെ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇന്നൊരു വ്ളോഗ് മീൻസ് ഇന്നൊരു ബിരിയാണി എന്തായാലും ഉണ്ടാക്കാമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തു. അപ്പോൾ അത് ഞങ്ങളുടെ വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ കസിൻ്റെ വീട്ടിലാണ്. ഞാൻ എൻ്റെ കസിനെ പരിചയപ്പെടുത്തി തരാം. വാ. ഇതാണ് ഒരാള്, ഗോപിക എന്നാണ് പേര്, കല്ലു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. ഇനി ഒരാളും കൂടി ഉണ്ട്. വാ ഇങ്ങോട്ട് വാ. ഇവിടെ ഒരാള് ബിസി ആയിട്ടിരിക്കാണ് പാചകം. ഇത് നന്ദന, പാറു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ മൂന്നരും കൂടിയാണ് ഇപ്പൊ എന്തായാലും ബിരിയാണി പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുന്നതിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി പ്രിപ്പറേഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഞങ്ങളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഈ ഏലക്ക, ഗ്രാമ്പു, ബേ ലീവ്സ്, പ്രോൺസ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ, അരിയൊക്കെ ഞങ്ങൾ കുതിർത്ത് വെച്ചിരിക്കുക, കഴുകി. അതിനുവേണ്ട എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്നെ എടുക്കാൻ സഹായിക്കുന്നത് എൻ്റെ കസിനാണ് കേട്ടോ. അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഒരു ഉരുളിയിലാണ് ബിരിയാണി വയ്ക്കാൻ പോകുന്നത്. ഇതെൻ്റെ ഓൺ റെസിപ്പിയൊന്നുമല്ല. ഞാൻ ഒരുപാട് യൂട്യൂബ് ചാനലിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ഉരുളി എടുത്തു, അതിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യാറുണ്ട്. വെളിച്ചെണ്ണ പ്ലസ് നെയ്യാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനതും ബിരിയാണി ചെയ്യുന്നതിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞങ്ങളിതേ ഇവിടെ ഫിഷ് ഫ്രൈയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ. ബിരിയാണിയുടെ അടുത്ത സ്റ്റെപ്പ് ഞങ്ങളിതേ സവാളകളെല്ലാം മൂപ്പിച്ചെടുക്കാൻ പോകും. നല്ല ബ്രൗൺ കളറായിട്ട്, അധികം കരിഞ്ഞൊന്നും പോകാതെ നല്ല ബ്രൗൺ കളറായിട്ട് ഞങ്ങളതിനെ മൂപ്പിച്ചെടുക്കാൻ പോവുകയാണ്. എൻ്റെ കൈ കാണും. നമ്മുടെ മീൻ വറുത്തതായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സവാളയുടെ കളറൊക്കെ മാറി തുടങ്ങി. ഇത്രയും മാറിയ പോലെ ഇനി കുറച്ചും കൂടി നല്ല ബ്രൗൺ കളറായി വരണം. എന്നിട്ടാണ് നമ്മൾ ഇതിൽ നിന്ന് മാറ്റാൻ പോകുന്നത്. എൻ്റെ കൈ കാണും. അങ്ങനെ സവാളയുടെ കളറൊക്കെ മാറി നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങളിനി കോരി മാറ്റാൻ പോവുകയാണ് അതിൽ നിന്ന് തന്നെ. അപ്പോൾ സവാളയൊക്കെ ഞങ്ങൾ കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരി വേവിക്കാൻ പോവാം. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു കുക്കറെ എടുത്തേക്കണം. അതിലോട്ട് ശകലം ഓയിൽ ഞങ്ങൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അരി വേവിക്കുമ്പോഴും ഞാൻ ഓയിലിൻ്റെ കൂടെ പ്ലസ് നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അരി വേവിക്കാനും ഞാൻ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെച്ച എണ്ണയും ഓയിലും ആയിട്ടുള്ളതിൽ ഞാൻ പട്ട, ഗ്രാമ്പൂ, ബേ ലീവ്സ്, തക്കോലം ഇതെല്ലാം ഇട്ട് ഒരു 2-3 സെക്കൻഡ് ഞാനിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ സ്പൈസസ് ഒക്കെ ഞാനൊരു 2 സെക്കൻഡൊക്കെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ അതിന് ശേഷം നമുക്ക് അരിക്ക് ആവശ്യമുള്ള വെള്ളവും ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരിക്ക് ആവശ്യമുള്ള വെള്ളവും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമുക്ക് എത്രയാണോ ഉപ്പ്, അരിക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കറിയാമായിരിക്കുമല്ലോ, അപ്പോൾ അതും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സ് നന്നായിട്ട്, ഈ വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ തിള വന്നതിന് ശേഷമാണ് നമ്മൾ അരി ആഡ് ചെയ്യാൻ പോകുന്നത് ഇതിൽ. അപ്പോൾ നല്ല തിള വന്നതിന് ശേഷം ഞാൻ കഴുകി കുതിർത്ത് വെച്ചിരുന്ന അരി മുഴുവനായിട്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഞാൻ വിസിലൊന്നും വയ്ക്കുന്നില്ല കേട്ടോ, അല്ലാതെ നോർമലായിട്ട് ഗ്യാസ് അടുപ്പിൽ തന്നെ വയ്ക്കുക. ഒരു 10-15 മിനിറ്റ്, അത്രയൊന്നും പോകത്തില്ല. എന്നാലും അരി നന്നായിട്ട് കറക്റ്റ് വെള്ളം നമ്മൾ ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അരി വെന്ത് വന്നോളും. അപ്പോൾ അരി ഒരു സൈഡിൽ അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും ഇട്ട് കൊടുത്ത് ഒരു 2 സെക്കൻഡ് ഞാൻ വഴറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായിട്ട് മൂപ്പിച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തക്കാളി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് കുഴഞ്ഞ് തന്നെ വരണം. ഈ തക്കാളി ഫുള്ളായിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അതിനെ. അപ്പോൾ നന്നായിട്ട് വഴണ്ടി വന്ന തക്കാളിയിലേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്തു. പൊടികൾ വേറെ ഒന്നുമില്ല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇത്ര ആഡ് ചെയ്തോളൂ. ഇതിൻ്റെ അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുക കുറയ്ക്കുക അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതും കുറച്ച് നേരം നമ്മളിട്ട് വഴറ്റണം, ആ ഒരു പൊടികളുടെ മൂത്ത സ്മെല്ല് മാറാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചില്ലേ സവാളകൾ, അതും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതും ആഡ് ചെയ്ത് കൊടുത്ത് ഇത് ഫുള്ളായിട്ട് ആഡ് ചെയ്ത് കുറച്ച് മാറ്റിയിരിക്കും നമുക്ക് ലാസ്റ്റത്തെ ഡെക്കറേഷന് വേണ്ടിയിട്ട്. അപ്പോൾ അതും തക്കാളിയല്ല ഉള്ളി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളതിനെ കുറച്ചും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്ന് നമ്മുടെ ഗ്രേവിയിലേക്ക് ആവശ്യത്തിന്, നമുക്ക് ഗ്രേവി എത്ര വേണോ അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളവും ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷമാണ് നമ്മളിതിൽ കൊഞ്ചിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ
നമ്മുടെ മിക്സ് നല്ലോണം തിളച്ച് നല്ല വരണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ലേ കൊഞ്ച്, അത് ഇതിലോട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതും ആഡ് ചെയ്തിട്ട് കുറച്ച് നേരം അതിനൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ പ്രോൺസ് അവിടെ ഇരുന്നാവട്ടെ. അപ്പോഴത്തേക്കും ഞാനിവിടെ അരി എന്തായെന്ന് നോക്കിയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി കൊഞ്ചും കൂടി നമുക്ക് വെന്ത് വന്നാൽ മാത്രം മതി. അതിനിടയിൽ ഇതൊക്കെ കാണുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കസിനാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നതെന്ന്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ ഇവിടെ നല്ല മഴ പെയ്തു. അപ്പോൾ അവൾ ജസ്റ്റ് പോയി ആ വീഡിയോസൊക്കെ അവളൊന്ന് ക്യാപ്ചർ ചെയ്തെടുത്തതാണ്. ഇതൊക്കെ അവൾ എടുത്തതാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ കസിൻ്റെ വീടിൻ്റെ മുറ്റമാണിതെല്ലാം. പിന്നെ അവിടെ പിള്ളേരൊക്കെ വന്ന് കളിക്കാനായിട്ടൊക്കെ അതൊക്കെ അവൾ പകർത്തിയെടുത്തിട്ടുണ്ട്. കാശി നോക്കടാ. അങ്ങനെ മഴയും പിള്ളേരുടെ കളികളൊക്കെ കണ്ട് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കൊഞ്ചും ഗ്രേവി നന്നായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ദമ്മിലോട്ട് പോകാം. അപ്പോൾ അതേ പാത്രത്തിൽ തന്നെ ആദ്യം ആ ഗ്രേവിയിലോട്ട് തന്നെ ഞാൻ ചോറ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വറുത്ത ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് വെക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ കാഷ്യൂ നട്ട്സും മുന്തിരിയൊന്നും ഇല്ലായിരുന്നു, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ദം ചെയ്തെടുക്കാം. അങ്ങനെ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ ദമ്മിട്ട് അടച്ചു വെച്ചു. ഒരു 15-20 മിനിറ്റോളം ഞങ്ങൾ ദമ്മിട്ട് വെച്ചിരുന്നു കേട്ടോ. അതിനുശേഷം ഓപ്പൺ ചെയ്ത് നന്നായിട്ട് അടിയിൽ നിന്ന് കറിയും ചോറും എല്ലാം കൂടി ഞങ്ങൾ മിക്സ് ആക്കുകയാണ്.
ഹായ് പറ. കാശി ഹായ് പറ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബിരിയാണി റെഡി ആയി. അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കല്ലേ, അപ്പോൾ കുറച്ച് ഡെക്കറേഷൻസ് വേണ്ടിയിട്ട് ഞങ്ങൾ സാലഡും ബോൾഡ് എഗ്ഗൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ സെലക്ട് ചെയ്തത്, എന്നെ ഇത്രയും വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കസിൻ പാറുവാണ് കേട്ടോ. അതേ കഴിക്കുന്നവളാണ് എന്നെ ഇത്രയും വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ അവൾക്ക് തന്നെ ഫസ്റ്റ് കൊടുത്ത് ടേസ്റ്റ് എങ്ങനെയുണ്ടോ എന്ന് കേൾക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട് പാറു? എടി ഇത് ഞാൻ ആഡ് ചെയ്യും ഓഡിയോ. സത്യം പറ ഉപ്പ് മുളകല്ല, ഞാൻ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല ആക്ച്വലി. നല്ല എരിവ്. ആ ഓക്കെ ഓക്കെ. അങ്ങനെ ഞങ്ങൾ ബിരിയാണിയൊക്കെ കഴിച്ചു. അപ്പോൾ ദേ ഇവിടെ കാണുന്നത് എൻ്റെ കസിൻ്റെ വീട്ടിൽ, അവിടുത്തെ റെസിഡൻസിൽ അവരുടെ വാർഷികമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാട്ട് എനിക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട്. നീ ഇങ്ങോട്ട് പാടി പാറു. പാറു അപ്പോൾ ഞങ്ങളുടെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവരും കഴിച്ചൊക്കെ തീർന്നു. അതിനിടയിൽ പിന്നെ അപ്പുറത്ത് ഇവിടുത്തെ കസിൻ്റെ വീട്ടിലെ റെസിഡൻസിൽ ആനുവൽ ഡേ ആണ്. അപ്പോൾ അതിൻ്റെ ഡാൻസ് പ്രാക്ടീസൊക്കെയാണ് ഞാൻ ഇടയിൽ ഡാൻസ് ആ ഒരു വീഡിയോ കാണിച്ചു തന്നെ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങളുടെ വ്ളോഗ് ഇത് വെച്ച് ഞങ്ങളുടെ വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണത്. എല്ലാവരും ഉണ്ട് കല്ലു, എല്ലാവരും ഉണ്ട്. അവൾ ഒളിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.